എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള സ്റ്റോറി 2-ൻ്റെ പ്രൊമോഷൻ പരിപാടി കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ എൻ്റെ നിർമ്മാതാവും എൻ്റെ സംവിധായകനും കൊണ്ടുവന്നത് 37 സ്ത്രീകളെയാണ്. അവരെല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഇവരെല്ലാവരും ഈ മതം മാറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളുമായി മുന്നോട്ട് പോയവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. ഡൽഹിയിലായിരുന്നു ഈ പത്രസമ്മേളനം. ലവ് ജിഹാദ് ഇരകളെന്ന് അവകാശപ്പെട്ട് അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നവരാണ് അവരെയൊക്കെ തന്നെ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പടത്തിൻ്റെ പേര് കേരള സ്റ്റോറി എന്നാണ്. പക്ഷേ ഈ ലവ് ജിഹാദിൽപ്പെട്ട് മതം മാറ്റിയ ഈ അണിനിരത്തിയ സ്ത്രീകളിൽ ആരും ഒരു മലയാളി പോലുമില്ല, ഒരു കേരളത്തിൽ നിന്നുള്ളവർ പോലും ഇല്ല. ഇവരെല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷെ പടത്തിൻ്റെ പേര് ദ കേരള സ്റ്റോറി. ഹൈവ പൊളിച്ച് എന്നാ പ്രൊമോഷണൽ ടെക്നിക്ക്. എന്തായാലും മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക്, പ്രത്യേകിച്ച് മലയാളി മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് ഈ സംവിധായകനും നിർമ്മാതാവും വന്ന് പെട്ടുപോയതിനു ശേഷം മലയാളി മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നുമില്ല, അതായത് തത്തള പിത്തള എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം രണ്ടും കൂടി ഓടിപ്പോകുന്ന കാഴ്ച സ്റ്റേജിൽ വെച്ച് നമ്മൾ കാണുകയുണ്ടായി. അതെല്ലാം നമ്മുടെ വിഷ്വൽസ് എല്ലാം ഉണ്ട്. പക്ഷേ ആ കാഴ്ച ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പടത്തിൻ്റെ പേര് കേരള സ്റ്റോറി, പക്ഷേ അവർ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊമോഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീകൾ ലവ് ജിഹാദിൽപ്പെട്ട് അവരുടെ ജീവിതം തന്നെ പ്രശ്നത്തിലായെന്ന് പറഞ്ഞ സ്ത്രീകൾ ആരും തന്നെ മലയാളികളല്ല. നിങ്ങൾ കേരള സ്റ്റോറി എന്നും പറഞ്ഞ് കേരളത്തിലെ കഥ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. കേരളത്തിൽ സംഭവിക്കുന്നു, കേരളത്തിൽ ഇതുപോലെ നടക്കുന്നു, കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി ഒരു സ്ത്രീയെ പോലും കൊണ്ടുവരാൻ പറ്റിയില്ലേ? നിങ്ങൾ പറഞ്ഞ കണക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ കാണിച്ചത് 32,000-ഓളം സ്ത്രീകൾ എന്നൊക്കെയാണ് നിങ്ങൾ കേരള സ്റ്റോറി 1-ൽ പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു സ്ത്രീ നിങ്ങൾക്ക് പ്രൊമോഷൻ പരിപാടിയിലേക്ക്, ഒരു മലയാളി വനിതയെ നിങ്ങൾക്ക് കിട്ടിയില്ലേ കൊണ്ടുവരാൻ? എല്ലാം നിങ്ങൾ മറ്റ് സ്ഥലത്തുള്ളവരെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പം ചോദ്യം, കേരളവുമായി ബന്ധപ്പെട്ട് ഒരാളെപ്പോലും നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ടൈറ്റിലിൽ കേരള സ്റ്റോറി എന്നിട്ടത്? അപ്പോൾ സംവിധായകൻ പറയുന്നുണ്ട്, കേരളത്തിൽ മാത്രം നടക്കുന്ന കഥയല്ല, ഇത് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്ന് സംവിധായകൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ ടൈറ്റിൽ മാറ്റ്, ഇത് കേരള സ്റ്റോറി എന്ന് മാറ്റിയിട്ട് ഇത് ഇന്ത്യൻ സ്റ്റോറി എന്നിട്. അപ്പോൾ പറയാം, അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ നേരത്തെ വന്നു, അപ്പോൾ അത് കേരള സ്റ്റോറി 2 ആവും. എന്തൊക്കെയോ പറയുന്നു. നിങ്ങൾക്കൊരു സംസ്ഥാനത്തെ താറടിച്ച് കാണിക്കാനാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ. നിങ്ങൾ പ്രൊമോഷൻ പരിപാടി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വേറെ ഏതൊക്കെയോ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ നിന്ന് മലയാളിയെ ഒരാളെ കൊണ്ടുപോവാ, ഒരാൾ. അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചു, പക്ഷെ അവർക്ക് വരാൻ താല്പര്യമില്ല. അപ്പോൾ ഇവരെല്ലാവരും നിങ്ങൾ ധൈര്യപുരസ്സരം കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളൊരു മലയാള സ്ത്രീ കൊണ്ടുവന്നിട്ട് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യും? അപ്പോൾ അത് നടക്കില്ല, ഇത് നടക്കില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടുത്തെ ഈ ഇരട്ടത്താപ്പുകൾ സ്വാഭാവികമായിട്ടും പ്രശ്നമാകുന്നത്. കേരള സ്റ്റോറി പേര് എന്തുകൊണ്ടിട്ടെന്ന് ചോദിച്ചപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ആരും ഇല്ലെങ്കിലും സംസ്ഥാനത്തിൽ നിന്ന് ഇവിടെ നിന്നാണ് തുടങ്ങി ഇത് പരന്നത് എന്നാണ് പറയുന്നത്. അതായത് റൂട്ട് കോസ് കേരളം എന്നാണ് ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും പറയുന്നത്. അദ്ദേഹം എന്തോ കണ്ടതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയുന്നത് പോലെയാണ് പറയുന്നത്. ഈ ലവ് ജിഹാദ് കേരളത്തിൽ തുടങ്ങി രാജ്യം മുഴുവൻ വ്യാപിച്ചതാണ്, അതാണ് സിനിമയിൽ അവതരിപ്പിച്ചതെന്നാണ് സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗും നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷായും പറയുന്നത്. ഇതേ നിർമ്മാതാവ് തന്നെയാണ് കേരള സ്റ്റോറി 1-ൽ വന്നിരിക്കുന്നത്. പക്ഷേ കേരള സ്റ്റോറി 1-ലെ സംവിധായകൻ സുദീപ് തോസിനാണ്. അദ്ദേഹമല്ല ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കാമാഖ്യ നാരായൺ സിംഗാണ്. എന്തായാലും ആരും ആവട്ടെ, പക്ഷേ കേരളത്തെ അപമാനിക്കാൻ ഉദ്ദേശമില്ല എന്നാണ് പറയുന്നത്. ലവ് ജിഹാദിൻ്റെ ഇരകൾക്ക് നീതിക്കായി പോരാടുന്നതാണെന്നാണ് സിനിമയെന്ന് ഈ സംവിധായകൻ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും കേരള സ്റ്റോറി എന്ന ടൈറ്റിൽ മനസ്സിലാവുന്നില്ല. നിങ്ങൾ എങ്കിൽ പിന്നെ ദ രാജസ്ഥാൻ സ്റ്റോറി എന്ന് പറഞ്ഞ് ഇട്ടിട്ട് നിങ്ങൾ പോയി മെക്സിക്കോയിൽ ഷൂട്ട് ചെയ്തിട്ട് മെക്സിക്കോ ജീവിതങ്ങളുടെ കഥ പറയുന്നൊരു സിനിമയായിട്ട് എന്നിട്ട് നിങ്ങൾ ടൈറ്റിൽ ഇടുകയാണ് ദ രാജസ്ഥാൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊരു ടൈറ്റിൽ ഇടുമ്പോഴേക്ക് അത് എന്തെങ്കിലും ബന്ധം വേണ്ടേ? സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ടേ? അതിന് ഒരു ദൂരത്ത് നിന്നുള്ള ബന്ധമെങ്കിലും വേണ്ടി. ഇത് അതുപോലെ ഒരു ബന്ധമില്ലാതെ ശരി, ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ അതിൻ്റെ നടൻ, എൻ്റെ സംവിധായകൻ, അല്ലെങ്കിൽ എൻ്റെ നിർമ്മാതാവ്, എൻ്റെ താരങ്ങൾ, സിനിമയിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നിൽക്കുന്നത് ആരാണോ അവർ പ്രൊമോഷനിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ റിയൽ ലൈഫ് സ്റ്റോറി ആണെങ്കിൽ ആ യഥാർത്ഥ വ്യക്തി ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവരിക, മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിപ്പിക്കുക. ഇതൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെയാണല്ലോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ കേരള സ്റ്റോറി എന്ന് പേരിട്ടിട്ട്, വീണ്ടും ആവർത്തിക്കുന്നത്, കേരള സ്റ്റോറി എന്ന ടൈറ്റിലിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ നാട്ടിലുള്ള സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും ലവ് ജിഹാദിൻ്റെ ഇരകളാണെന്ന് പറയുമ്പോഴേക്കുമാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളെങ്കിൽ വേറെ സംസ്ഥാനങ്ങളുടെ പേരിടും, അല്ലെങ്കിൽ ഇവരൊക്കെ വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇവർ പല സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടോ, ഇന്ത്യൻ സ്റ്റോറി എന്നിടും. ഇതൊരു സംസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായി കാണിക്കുക. ആ ട്രെയിലറിൽ ഒരു ഹിന്ദു പെൺകുട്ടി ബീഫ് കഴിക്കുന്നതായിട്ട് കുത്തിക്കേറ്റിക്കുന്ന രംഗം കാണിക്കുക. വാട്ട് റബ്ബിഷ് നോൺസെൻസ് ഇസ് ദിസ്? ആ നോൺസെൻസുകൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴേക്കും മറുപടി പറയാൻ ഇതിൻ്റെ സംവിധായകനോ നിർമ്മാതാവിനോ കഴിഞ്ഞില്ല.
അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു, 5 മിനിറ്റ് മാത്രം എന്തോ സംസാരിച്ചിട്ട് അവർ ഇറങ്ങി ഓടി. അവർക്കൊരു മറുപടി പറയാനില്ലായിരുന്നു. ഭയങ്കര ആവേശത്തോടു കൂടി വന്നതാണ്. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും അവരിതായി ഇറങ്ങി ഓടി. എന്താണ് പ്രൊപ്പഗേണ്ട എന്ന് നമ്മൾ എടുത്ത വായിക്ക് പറയുന്നത്? അവർക്ക് സത്യങ്ങളെ പേടിയാണ്, സത്യങ്ങളെ ഫേസ് ചെയ്യാൻ പേടിയാണ്. കാരണം അവർ കുറേ കള്ളങ്ങൾ മെനഞ്ഞുകൂട്ടി ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ അത് ജനങ്ങൾ വെള്ളം തൊടാതെ സ്വീകരിക്കണമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ പ്രൊമോഷൻ പരിപാടിക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ളൊരു വിഷയം ചോദ്യം ചെയ്യാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പോലും കൊടുക്കാതെ ഓടിപ്പോവുകയാണ്. ഇവിടെ ഉണ്ട് സാർ നിങ്ങളുടെ ഓതൻറ്റിസിറ്റി, ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വിദ്വേഷങ്ങൾ, വെറുപ്പുകൾ ഈ സമൂഹത്തിൽ പരത്താനുള്ളത്, അതിനുള്ള മറുപടി നിങ്ങൾക്ക് പോലും ഇല്ലാതെ നിങ്ങൾ കണ്ടം വഴി ഓടുന്ന കാഴ്ച നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഈ പത്രസമ്മേളനം വിളിച്ചതിന് ശേഷം നടത്തിയതും. നിങ്ങൾക്ക് മറുപടിയില്ലാതെ നിങ്ങൾ മുട്ടിലഴയുന്ന കാഴ്ചയും ജനങ്ങളൊട്ടാകെ തന്നെ കണ്ടതും. നിങ്ങൾക്ക് പറയാനുള്ളത് വേറെ ആരുടെയെങ്കിലും കഥയാണെങ്കിൽ കേരളത്തിൻ്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കൂ. കാരണം അതിനകത്ത് സത്യത്തിൻ്റെ പുലബന്ധം പോലുമില്ല. അതുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇതിൻ്റെ കള്ളമെല്ലാം മനസ്സിലാകും എന്നതുകൊണ്ട് തന്നെ സിനിമ ഫെബ്രുവരി 27 റിലീസിനെത്തുകയാണ് എന്നാണ് അവരും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സിനിമ ഇനി എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.